നമുക്ക് ഈ പ്രിവിലേജ് എന്നുള്ള സാധനമുണ്ട്. ഇപ്പം നമ്മളെല്ലാം അനുഭവിക്കുന്ന പ്രിവിലേജുകളുടെ അതിർവരമ്പിൽ എവിടെയും എത്താതെ തഴയപ്പെട്ടു പോയ ഒരു ജനവിഭാഗമുണ്ട് നമ്മളിപ്പോഴും. ഇപ്പം സെറ്റിൽമെന്റ്, ഈ പറയുന്ന മുത്തങ്ങ സമരത്തിന് ശേഷം ഉണ്ടായ സെറ്റിൽമെന്റിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. പാർലഫാം പോലത്തെ സ്ഥലത്ത് 1 ഏക്കർ റബ്ബർ തോട്ടം ഒരു ആദിവാസി കുടുംബത്തിന് കൊടുക്കുന്നു. റബ്ബർ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടതെന്നുള്ള ബേസിക് ധാരണ പോലും ഇല്ലാതെ ഒരു റബ്ബർ മരം ഒരു ആദിവാസി കുടുംബത്തിന് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ പരിണിത ഫലമായി ഉണ്ടാകുന്ന നീതി പോലും എത്രത്തിലാണ് സ്പ്രെഡ് ചെയ്ത് പോകുന്നതെന്നും കൂടി നിങ്ങളെ പോലത്തെ പത്രപ്രവർത്തകരും കൂടി ആലോചിക്കണം. നിങ്ങൾക്ക് ആ സമയത്ത് ഇതിനെ അഡ്രസ്സ് ചെയ്ത ആൾക്കാരാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ചെങ്ങറയിലും പൂയംകുടിയിലായാലും ആയിക്കോട്ടെ, ആദിവാസി സമരങ്ങൾ നീതിക്ക് വേണ്ടിയിട്ടാണ്, ഭൂമിക്ക് വേണ്ടിയിട്ടാണ്. ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ ആവശ്യമാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ പറയുന്ന സാധനത്തിന്റെ ബേസിക് നീഡാണ്. അതിലേക്ക് ആൾക്കാരെ കൈപിടിച്ച് ഉയർത്തേണ്ടത് സോഷ്യൽ ഉത്തരവാദിത്വമുള്ള എല്ലാവരുടെയും, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാവരുടെയും കടമയാണ്. ഇപ്പം ഈ സിനിമ കൊണ്ട് നമ്മൾ അത് ഭയങ്കരമായി പ്രിവിലേജ്ഡ് അല്ലാത്ത ആൾക്കാരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിനപ്പുറത്ത് മറന്നുപോയ ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുക, ബോധപൂർവമായി തന്നെ ഓർമ്മപ്പെടുത്തുക.